ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. ലോകത്തിലെ ഏറ്റവും ക്രൂരനും എന്നാൽ മാന്യനുമായ കൊലപാതകയാരാണ്? കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണല്ലേ. പക്ഷേ ആ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. ദ ഐസ്മാൻ എന്നാണ് ആ ഉത്തരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ മനോജ് നൈറ്റ് ശ്യാമളന്റെ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിരുന്നു. ആ സിനിമ കണ്ടപ്പോഴാണ് സീരിയൽ കില്ലേഴ്സിൽ പകൽ മാന്യന്മാരെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാം എന്ന് തീരുമാനിച്ചത്. ആ അന്വേഷണമാണ് ഐസ്മാനിലേക്ക് എന്നെ ചെന്നെത്തിച്ചത്. അദ്ദേഹത്തിന്റെ കഥ വായിച്ചപ്പോൾ സിനിമയേക്കാൾ മനോഹരമായാണ് എനിക്ക് തോന്നിയത്. ട്രാപ്പ് ഒരു മനോഹരമായ സിനിമയാണ്, പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 1986 ഒരു ലക്ഷറി ഹോട്ടലിൽ റിച്ചാർഡ് കുക്കലിൻസ്കിയും അദ്ദേഹത്തിന്റെ ഭാര്യ ബാർബറയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സ്നേഹത്തോടുകൂടി സ്പൂണിൽ ഭക്ഷണം പങ്കുവെക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് ഒരു തോക്ക് റിച്ചാർഡിന്റെ നെറ്റിയിൽ വന്ന് മുട്ടിയത്. യു ആർ അണ്ടർ അറസ്റ്റ്. ബാർബറയാകെ ഞെട്ടിപ്പോയി. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? സ്നേഹനിധിയായ എൻ്റെ ഭർത്താവാണിത്. നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും, ബാർബറ ഓഫീസേഴ്സിനോട് പറഞ്ഞു. അവർ പറഞ്ഞു, മാം, ഇത് നിങ്ങളുടെ ഭർത്താവായിരിക്കാം, പക്ഷേ കാലങ്ങളായി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ദ ഐസ്മാൻ എന്ന സീരിയൽ കില്ലറാണ് ഇദ്ദേഹം. 5ഓളം കൊലപാതകങ്ങൾ ചെയ്ത വ്യക്തി. ആ സംഭവം ബാർബറയിൽ ഉണ്ടാക്കിയത് ഒരു വലിയ ഞെട്ടലായിരുന്നു. തൻ്റെ ഭർത്താവ് ഇങ്ങനെയൊന്നുമല്ല, അവർക്ക് ആള് മാറിപ്പോയതായിരിക്കാം. പക്ഷേ റിച്ചാർഡിന് മറ്റൊരു മുഖമുള്ളതായി ബാർബറയ്ക്കറിയാം. പലപ്പോഴും വളരെയധികം ദേഷ്യം പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു റിച്ചാർഡ്. ആ ദേഷ്യത്തിൻ്റെ പല പാടുകൾ ബാർബറയുടെ ശരീരത്തിൽ അങ്ങിങ്ങോളം കാണാനും സാധിക്കുമായിരുന്നു. പക്ഷേ ആ ദേഷ്യത്തിനൊടുവിൽ അദ്ദേഹം കാണിക്കുന്ന സ്നേഹത്തിന് മുമ്പിൽ ബാർബറ തനിക്കുണ്ടായ വിഷമമെല്ലാം മറന്നിട്ടുമുണ്ടായിരുന്നു. എന്നാൽ 5 പേരെ കൊന്ന ഒരു വ്യക്തിയാണ് റിച്ചാർഡ് എന്നത് അവരിൽ വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. മിസ്റ്റർ ഐസ്മാൻ, 5 കൊലപാതകങ്ങളാണ് നിങ്ങൾക്കെതിരെ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 4 എണ്ണത്തിന് കൃത്യമായ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഒരെണ്ണം കൂടി എന്നതുകൊണ്ടോ ഒരെണ്ണം കുറഞ്ഞു എന്നതുകൊണ്ടോ നിങ്ങളുടെ ശിക്ഷയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തുറന്നു പറയാം, നിങ്ങൾ എത്ര കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇൻട്രോഗേഷനിടെ റിച്ചാർഡിനോട് ഒരു പോലീസ് ഓഫീസർ ചോദിച്ചു. അതിന് ഒരു പുഞ്ചിരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം റിച്ചാർഡ് പറഞ്ഞു, എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ അത് 100-ൽ കൂടുതൽ വരും. 1935 ഏപ്രിൽ 11 ന്യൂജേഴ്സിയിൽ റിച്ചാർഡ് ജനിക്കുന്നത്. സ്റ്റാൻലി കുക്കലിൻസ്കി എന്ന ബിസിനസ്സുകാരനും അന്ന മക്നാലി എന്ന മതവിശ്വാസിയായ സ്ത്രീക്കും ജനിച്ച മൂത്ത പുത്രനായിരുന്നു റിച്ചാർഡ്. നന്നേ ചെറുപ്പം മുതലേ നാട്ടിലെ കുട്ടികൾക്കിടയിൽ ഒരുപാട് കളിയാക്കുലകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് റിച്ചാർഡിന്. വീടിന് പുറത്ത് മാത്രമല്ല, വീടിനകത്തും അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പിതാവായ സ്റ്റാൻലി ഒരു മദ്യപാനിയായിരുന്നു. വല്ലാതെ മദ്യം കഴിക്കുന്ന ദിവസം അയാൾ ഭാര്യയെയും റിച്ചാർഡിൻ്റെ സഹോദരൻ ഫ്ലോറിയാനെയും വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. പലപ്പോഴും മദ്യം തലയ്ക്ക് പിടിച്ച് ആ അമ്മയെ അച്ഛൻ എടുത്തെറിയുന്നതിന് മക്കൾ സാക്ഷികളായിട്ടുണ്ട്. അവർക്ക് അത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം സ്റ്റാൻലിയുടെ ദേഷ്യത്തിന് ഇരയായത് ഫ്ലോറിയാനായിരുന്നു. അവനെ എടുത്തുപൊക്കി നിലത്തടിക്കുന്നത് റിച്ചാർഡ് നേരിട്ട് കണ്ടിരുന്നു. അച്ഛൻ പോയ ശേഷം തൻ്റെ ഏക കൂട്ടുകാരൻ കൂടിയായിരുന്ന സഹോദരനെ റിച്ചാർഡ് ചെന്ന് വിളിച്ചു. ഫ്ലോറിയാൻ വിളി കേട്ടില്ല. അവൻ കുലുക്കി വിളിച്ചു, പക്ഷേ ഫ്ലോറിയാൻ കണ്ണു തുറന്നില്ല. അവൻ്റെ തലയ്ക്ക് പിറകിൽ നിന്നും രക്തം ഒഴുകുന്നത് റിച്ചാർഡ് നേരിട്ട് കണ്ടിരുന്നു. അമ്മയുടെ ആർത്ത് വിളിച്ചുള്ള കരച്ചിൽ കേട്ടാണ് റിച്ചാർഡ് ബോധത്തിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ആ വീട് മുഴുവൻ ആളുകൾ നിറഞ്ഞിരുന്നു. ഗോവണിക്ക് താഴെ വിഷമം കടിച്ചു പിടിച്ചു നിൽക്കുന്ന അച്ഛനെയും അവൻ കണ്ടു. പക്ഷെ ഫ്ലോറിയാൻ കിടന്ന സ്ഥലത്തല്ല ഇപ്പോൾ കിടക്കുന്നത്. അവൻ ഗോവണിക്ക് താഴെയാണ് കിടക്കുന്നത്. ഗോവണിയിൽ നിന്നും കാൽ തെറ്റിയാണ് ഫ്ലോറിയാൻ വീണത് എന്ന് തൻ്റെ രക്ഷിതാക്കൾ എല്ലാവരോടും പറഞ്ഞതായി റിച്ചാർഡിന് മനസ്സിലായി. പക്ഷെ അത് തിരുത്താനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. ആ സംഭവം റിച്ചാർഡിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. അവൻ്റെ ഉള്ളിൽ നിന്നും ഭയം എന്ന വികാരം തന്നെ ഇല്ലാതാവുകയായിരുന്നു. ഒരു ദിവസം അയൽ വീട്ടുകാരുടെ കരച്ചിൽ കേട്ട് ആളുകൾ അവിടേക്ക് ഓടിക്കൂടി. അവർ കണ്ട കാഴ്ച, അവർ വളർത്തുന്ന നായെ ആരോ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ഒരു കാഴ്ചയായിരുന്നു. അതാരാണ് ചെയ്തത് എന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷേ റിച്ചാർഡിൻ്റെ വീട്ടിലെ ജനാലയിൽ നിന്നും ഒരു പുഞ്ചിരിയോടുകൂടി റിച്ചാർഡ് ആ കാഴ്ച നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഇരുമ്പ് വടി കൊണ്ട് തലതല്ലി തകർത്ത നിലയിൽ പല പൂച്ചകളുടെയും മൃതദേഹം ആ ഭാഗത്തു നിന്നും കണ്ടെത്തിയിരുന്നു. റിച്ചാർഡിൻ്റെ കൊലപാതകങ്ങളുടെ തുടക്കം അവിടെ നിന്നുമായിരുന്നു.
തൻ്റെ 13-ാമത്തെ വയസ്സിലാണ് റിച്ചാർഡ് ആദ്യമായി ഒരു മനുഷ്യനെ കൊല്ലുന്നത്. അതിനായി അവൻ തിരഞ്ഞെടുത്തത് കാലങ്ങളായി തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദ പ്രോജക്റ്റ് ബോയ്സ് എന്ന ഗ്യാങ്ങിൻ്റെ നേതാവായ പയ്യനെയായിരുന്നു. കട്ടിയുള്ള ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് അവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചു. അതിനുശേഷം തലയ്ക്കടിച്ചു. ശക്തമായ അപ്രഹരത്തിൽ അവൻ മരണപ്പെട്ടു പോവുകയായിരുന്നു. ആ ഒരു തിരിച്ചറിവ് ഭയമല്ല റിച്ചാർഡിൽ ഉണ്ടാക്കിയത്. താനൊരു ശക്തനാണ് എന്നും തന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന ധൈര്യവുമായിരുന്നു അവനിൽ ഉണ്ടാക്കിയത്. കൊലപാതകത്തിന് ശേഷം ആ പയ്യന്റെ മൃതദേഹം ഒരിടത്ത് ഒളിപ്പിച്ചു. അതിനുശേഷം ഒരു കാറ് മോഷ്ടിച്ചു കൊണ്ടുവന്ന് ആ മൃതദേഹം അതിൽ കയറ്റി 2 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തു വിജനമായ ഒരു സ്ഥലത്തേക്ക്. അവിടെ ചെന്ന് അവൻ്റെ മൃതദേഹത്തിലെ പല്ല് മുഴുവൻ പറിച്ചെടുത്തു, വിരലുകൾ അറുത്തെടുത്തു. അതിനുശേഷം തണുത്തുറഞ്ഞ പുഴയിലേക്ക് അവൻ്റെ ശരീരം തള്ളിയിടുകയായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കൊലപാതകത്തിന് പിന്നിലുള്ളയാളെ ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. അത് റിച്ചാർഡിൽ വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയത്. 1950 തൻ്റെ 15-ാമത്തെ വയസ്സിൽ റോയ് ഡിമിയോ എന്ന കുപ്രസിദ്ധ കൊള്ളത്തലവൻ്റെ സംഘത്തിലേക്ക് റിച്ചാർഡ് ചെന്നെത്തി. പണത്തിനു വേണ്ടി എന്ത് കുറ്റകൃത്യവും ചെയ്യുന്ന ഒരു സംഘമായിരുന്നു അത്. ഇല്ലീഗൽ പോണോഗ്രഫി, കൊള്ള, കൊലപാതകം, മോഷണം എന്നിങ്ങനെ എല്ലാ മേഖലയിലും റിച്ചാർഡ് തൻ്റെ കഴിവ് തെളിയിച്ചു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഗാംബിനോ ക്രൈം ഫാമിലി എന്ന നൊട്ടോറിയസ് സംഘത്തിൻ്റെ ഭാഗമായി റിച്ചാർഡ് മാറുകയായിരുന്നു. ആ സമയത്ത് റിച്ചാർഡ് ഒരു പ്രൊഫഷണൽ കില്ലർ ആയിരുന്നില്ല. ഡികാവൽക്കാൻ്റെ ഫാമിലി എന്ന കുടുംബമാണ് അയാളെ ആദ്യമായി ഒരു കൂട്ട കൊലപാതക കൃത്യത്തിന് ഹയർ ചെയ്യുന്നത്. അത് വളരെ മനോഹരമായി തെളിവുകളില്ലാത്ത രീതിയിൽ അയാൾ ചെയ്തു തീർക്കുകയും ചെയ്തു. ഒരു പ്രത്യേക രീതിയൊന്നും റിച്ചാർഡിൻ്റെ കൊലപാതകങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കഴിയുന്നതും ഒന്നിൽ നിന്നും വ്യത്യസ്തമായി മാത്രമേ അയാൾ കൊലപാതകങ്ങൾ ചെയ്യുമായിരുന്നുള്ളൂ. തലക്കടിച്ചു കൊല്ലുക, കുത്തിക്കൊല്ലുക എന്നതിനേക്കാൾ മനുഷ്യ ശരീരത്തിലേക്ക് വ്യത്യസ്തമായ രീതിയിൽ പോയ്സൺ കടത്തിവിട്ട് കൊല്ലുന്ന രീതിയാണ് തന്നെ ഹരം കൊള്ളിച്ചിട്ടുള്ളത് എന്ന് റിച്ചാർഡ് പറയുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നൊരു വിഷയമുണ്ട്. ഇൻഹൈലറിലേക്ക് സയനൈഡ് കുത്തിവെച്ച് കൊല്ലുന്ന രീതിയായിരുന്നത്രേ അദ്ദേഹത്തിൽ ഏറ്റവും കൂടുതൽ ഹരം കൊള്ളിച്ചത് എന്ന്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിച്ചാർഡ് പറഞ്ഞതിന് ശേഷം അവിടെയുള്ള ഓഫീസർ പറഞ്ഞൊരു വാക്ക് ഡെവിൾ എന്നായിരുന്നു. ഇത്രയും ക്രൂരനായ കൊലപാതകിയായിട്ടും അയാളെ എന്തുകൊണ്ടാണ് മാന്യൻ എന്ന് വിളിക്കുന്നത്? അതിന് പ്രധാനമായും 2 നിയമങ്ങളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒന്ന്, എന്തൊക്കെ സംഭവിച്ചാലും സ്ത്രീകളെയും കുട്ടികളെയും താൻ കൊല്ലില്ല എന്ന നിർബന്ധം. 2 വിഷയങ്ങൾ തൻ്റെ ജീവിതത്തിൽ അടുപ്പിക്കില്ല എന്ന നിർബന്ധം. 1 ഡ്രഗ്സ്, 2 പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. പിടിക്കപ്പെടുന്നത് വരെ ആ 2 നിയമങ്ങളും അദ്ദേഹം പാലിച്ചിരുന്നു. തൻ്റെ മുമ്പിൽ ജീവന് വേണ്ടി കേണപേക്ഷിക്കുന്നവർക്ക് മുമ്പിൽ 10 നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള അവസരം അദ്ദേഹം നൽകിയിരുന്നത്രേ. ദൈവത്തോട് പ്രാർത്ഥിക്കൂ, ദൈവം പ്രത്യക്ഷപ്പെട്ട് എൻ്റെ മുമ്പിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ മാത്രം നിനക്ക് എൻ്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെടാം എന്ന താക്കീതോടുകൂടി. കൊല്ലുന്നതിന് മുമ്പേ വല്ലാതെ ഉപദ്രവിച്ച ശേഷം മാത്രമേ അയാൾ ഇരകളെ കൊല്ലുമായിരുന്നുള്ളൂ. ചെറുപ്പം മുതലേ ഉള്ള ശീലമായിരുന്നു ഇരകളുടെ പല്ലും വിരലുകളും വെട്ടിയെടുക്കുക എന്നത്. പലപ്പോഴും ഇരകളുടെ ശരീരം പഴയ കാറുകൾ ഇടിച്ചു തകർക്കുന്ന ജങ്ക്യാർഡുകളിൽ ചെന്ന് ചതച്ച് കളയാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ വലിയ ഇൻഡസ്ട്രിയൽ ഫ്രീസറുകളിൽ മാസങ്ങളോളം മരവിപ്പിച്ച ശേഷം നശിപ്പിച്ചു കളയും. അത്തരം സാഹചര്യങ്ങളിൽ അന്വേഷണങ്ങളിലൂടെ ലഭിച്ചത് ശരീരാവശിഷ്ടങ്ങളുടെ ചെറിയ അംശങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് പിന്നിലുള്ള കൊലപാതകയെ കണ്ടെത്തുക എന്നത് എളുപ്പമുള്ള വിഷയമായിരുന്നില്ല. പലപ്പോഴും ഇത്തരം അന്വേഷണത്തിൽ കണ്ടെത്തിയത് മാസങ്ങളോളം മരവിപ്പിച്ച മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും മൃഗീയമായ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള മാനസിക രോഗിയെ അവർ വിളിച്ചു ദ ഐസ്മാൻ. 1961 റിച്ചാർഡ് ബാർബറയെ കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവർ പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ബാർബറയെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 65-ൽ കൂടുതൽ കൊലപാതകങ്ങൾ ചെയ്തതായാണ് റിച്ചാർഡിൻ്റെ മൊഴി. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അമേരിക്കയിലെ തന്നെ ഏറ്റവും ലക്ഷൂറിയസ് സ്കൂളുകളിലായിരുന്നു ആ 3 കുഞ്ഞുങ്ങളും പഠിച്ചിരുന്നത്. പുറത്തുനിന്ന് കാണുന്നവർക്ക് ആഡംബരത്തോടുകൂടി ജീവിക്കുന്ന ഒരു അമേരിക്കൻ ഫാമിലി ആയിരുന്നു അവരുടേത്. എന്നാൽ റിച്ചാർഡ് പിടിക്കപ്പെടുമ്പോൾ തൻ്റെ ഭർത്താവ് ഒരു ക്രൂരനായ കൊലപാതകിയായിരുന്നു എന്ന് ബാർബറ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും ദേഷ്യം വരുമ്പോൾ തന്നെ അയാൾ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. കത്തികൊണ്ട് തൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം അയാളുടെ സ്വഭാവമായി മാത്രമേ താൻ കണ്ടിരുന്നുള്ളൂ. എന്നാൽ ആ ദേഷ്യം അടങ്ങുമ്പോൾ തന്നോട് കാണിക്കുന്ന അതിയായ സ്നേഹത്തിലും പ്രണയത്തിലും തനിക്കുണ്ടായ ഉപദ്രവങ്ങളെല്ലാം മറക്കുമായിരുന്നു എന്നാണ് ബാർബറ പറയുന്നത്.
25 വർഷമാണ് അയാൾ ഒരു ഫാമിലി മാനായി ജനങ്ങൾക്കിടയിൽ ജീവിച്ചത്. അതായത് പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഹിറ്റ്മാൻ 25 വർഷത്തോളം ആരും അറിയാതെ ജനങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നു എന്ന്. ഒന്നുകിൽ അമിതമായ ആത്മവിശ്വാസം കൊണ്ടായിരിക്കാം, അതല്ല എങ്കിൽ കൂടെയുള്ള ആരോ ഒറ്റിയതായിരിക്കാം പോലീസ് റിച്ചാർഡിന്റെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞത്. റിച്ചാർഡിനെ ചോദ്യം ചെയ്ത ഡിറ്റക്റ്റീവ് കെയ്നിന്റെ അഭിപ്രായത്തിൽ 100ഓളം കൊലപാതകങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുമ്പോഴും അതിൻ്റെ യഥാർത്ഥ കണക്ക് 300-ൽ കൂടുതൽ ഉണ്ടാകാനാണ് സാധ്യത എന്നതാണ്.